സമ്മതിക്കണം അല്ലേ? ഇത്രയും സുന്ദരനായ വ്യക്തിയാണ് ഈ കോലമൊക്കെ കേട്ട് നമ്മളെ ചിരിപ്പിക്കുന്നത്. ചുമ്മാ പൊങ്കട്ടെ. എന്തൊക്കെ ഭാവങ്ങളാണ് മുഖത്ത് വരുന്നത്, പക്ഷെ അഹംഭാവം അത് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും ഞാനൊരു സോറി പറയുകയാണ്. കാരണം അവിടെ നിന്ന് വന്നപ്പോൾ വേറെ ആരാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നൊക്കെ പറഞ്ഞത്. നോ പ്രോബ്ലം. നിങ്ങളൊരു മാന്യനാണെന്ന് ഞാനും തെറ്റിദ്ധരിച്ചു പോയി. മാന്യനാണെന്ന് തെറ്റിദ്ധരിച്ചു, അപ്പൊ മാന്യനല്ലേ? മാന്യനാണ്. അതുകൊണ്ട് മാന്യമായിട്ട് ഞാനൊരു കൈ തരികയാണ്. ഹരിശ്രീ യൂസഫിന്റെ കൈയാണ്. നാട്ടിൽ പോയിട്ട് എല്ലായിടത്തും പറഞ്ഞോളൂ, എനിക്ക് ഹരിശ്രീ യൂസഫ് കൈ തന്നു, അതിനൊരു ഭാഗ്യം കിട്ടിയത്. യൂസുഫ ഇന്ന് തന്നെ നാട്ടിൽ പോയിട്ട് അവിടുന്ന് പറയണം, സിദ്ദീഖ് കൊടിത്തൂരിന് കൈ കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. ചുമ്മാ പറഞ്ഞോളൂ, എനിക്കൊരു മോശമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ആണല്ലോ. അത് പുലിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ ഓക്കെ. കോടിക്കേറാൻ വേറെ സ്ഥലം കണ്ടില്ല. ഹാമുക്ക ക്ഷമിക്കണം, ജീവിക്കാനുള്ള കൊതിയോണ്ടാ. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെ ഇടി കിട്ടിയാലും ഇജി നന്നാവില്ലോടാ പഹയാ. വെറുതെ അല്ല അന്ന ആൾക്കാര് ഇടിമുട്ടിയേന്ന് വിളിക്കണത്. അപ്പൊ അതൊക്കെ പോട്ടെ, ഇപ്പൊ കിട്ടിയ ഇടിന്റെ കാരണം എന്താ? ഇതിന്റെ മുമ്പ് കിട്ടിയ ഇടിന്റെ കാരണമൊക്കെ പൊങ്ങൊക്കെ അറിയോ? ഇജി വേണീട്ട് സ്ഥലം കളിയാക്കാൻ നോക്ക്. ഇജി പോകുമ്പോഴേ നമ്മളെ മാഷിങ് കസാരയൊക്കെ പിടിച്ചിട്ടിട്ട് പോയാൽ മതി. എനിക്ക് എന്നെ തന്നെ പിടിച്ചിട്ട് ശരിക്കും കിട്ടണില്ല. അപ്പം മാഷിങ് കസാലയും. അപ്പൊ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ സിദ്ദീഖ് ഏകദേശം 10-12 സീഡികൾ ഹോം സിനിമകൾ ചെയ്തു. അതിൽ പല പല കഥാപാത്രങ്ങളും ചെയ്തു. അതിൽ സിദ്ദീഖിന് ഇഷ്ടപ്പെട്ട, സിദ്ദീഖിന് മനസ്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രം ഏതാണ്? ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് കഷ്ടപ്പെട്ടതല്ല, ഇഷ്ടപ്പെട്ടത്. അതെ, 2-3 കഥാപാത്രങ്ങൾ എനിക്ക് ഒന്നുകൂടി നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലിപ്പോ കുടുംബകാലത്തിലെ കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞ കഥാപാത്രം, അതുപോലെ പരാജയം തിരിച്ചു വരുന്നു എന്നതിലെ പിന്നെ ലീക്ക് വീരാന്. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ ഒന്നാമത്തെ ഹോം സിനിമ ആയിരുന്ന നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്ന് പറഞ്ഞ ഹോം സിനിമയില് ഞാൻ അവതരിപ്പിച്ചുള്ള കഥാപാത്രമുണ്ട് ചേക്കു. ഈ ചേക്കു ഇപ്പോഴും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രം. എനിക്ക് മാത്രമല്ല, പ്രേക്ഷകർക്കായിട്ടുള്ള ആളുകൾക്ക് ഞാൻ എന്നെ പല സ്ഥലത്ത് വെച്ച് കാണുമ്പോഴൊക്കെ അവരെ എന്നെ വിളിക്കുക ചേക്കു അതാ പോകുന്നു, ചേക്കു ചേക്കു എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി നിന്നെ പോലെ തന്നെ അവരുടെയും മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ചേക്കു എന്നുള്ളത്. അപ്പോ ഈ ചേക്കു എന്ന് പറഞ്ഞ കഥാപാത്രം പിന്നെ പക്കാ നാടൻ ശൈലിയാണ്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ കാണുന്ന ഒരു പിന്നെ ഏത് സമയത്തും അങ്ങാടികളിലൊക്കെ ഇങ്ങനെ തണ്ടി നടക്കുന്ന അപ്പൊ ആ പിന്നെ കഥാപാത്രവും പിന്നെ വളരെ നന്നായിട്ടും ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഇത് കാണുന്ന ആളുകളൊക്കെ ഇപ്പോഴും എന്നെ കാണുന്ന ചില സ്ഥലത്തുനിന്നൊക്കെ വിളിക്കാറുള്ളത് ചേക്കു ചേക്കു, അതാ ചേക്കു അതാ പോകുന്നതൊക്കെ പറയും. അതിനുശേഷം കുറെ കഥാപാത്രങ്ങൾ ചെയ്താലും ഈ ചേക്കു എന്ന് ആയത്. ഞാൻ കുടുംബകലഹം 100-ാം ദിവസം ഞാൻ കണ്ടു. എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് കുടുംബകലഹത്തിലെ കഥാപാത്രം. ഒരു ഡയലോഗ് ഉണ്ടല്ല, മനുഷ്യല്ലേ എൻ്റെ കൊച്ചു മുമ്പരെ അത് പറഞ്ഞിട്ട് എപ്പോഴും ചിരിക്കാറുണ്ട്. സത്യം പറയാങ്കിലുണ്ടല്ല, എൻ്റെ വീട്ടിലെ എല്ലാവരും നിങ്ങളുടെ ഒരു ഫാനാണ്. ഭയങ്കര രസമുള്ള രസമാണ്. അപ്പൊ എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആ കുടുംബകലഹം 100-ാം ദിവസത്തിലെ ആ ഒരു കോമഡി കാണാം. ഇവിടെ എന്നാ മതി, അകത്ത് കയറണ്ട.
ഓളെ നിലക്ക് നിർത്താൻ ഞാനൊന്ന് നോക്കട്ടെ. ഈ ഇനി ഒരു അക്ഷരം ഉണ്ടണ്ട. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. എന്നിട്ട് അത് സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം ഭർത്താവിന്റെ മേക്കട്ട് കയറല. അതൊന്ന് കുടുംബത്തിൽ പറഞ്ഞ് പെണ്ണേക്ക് ചേർന്നതല്ല. കുഞ്ഞിക്കോയനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് അതിന്റെ ഒക്കെ ഭാഗ്യ. അത് ഈ മറക്കരുത്. മംഗലകുന്നത്തെ തറവാട്ടുകാരനാ കുഞ്ഞിക്കോയ. ഓന്റെ പോരിശ അനക്ക് ഞാൻ പറഞ്ഞു തരണോ? കുഞ്ഞിക്കോയന്റെ പെങ്ങൾ ആയിഷാനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാ ഞാൻ. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാണ്. ഇന്ന് മുതൽ കുഞ്ഞിക്കോയ പറയണ മാതിരി നടക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്നാ മതി. അല്ലെങ്കിൽ എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇറങ്ങണം ഇവിടുന്ന്. എന്ത് പറയണ്? ഞാൻ ഇനി കുഞ്ഞാക്ക പറയുന്നതൊക്കെ കേട്ട് ഇവിടെ നിന്നോളാം. ആ, അങ്ങനെ ആയാല് അനക്ക് നല്ലത്. ചെല്ലേ കുഞ്ഞിക്കോയനോട് മാപ്പി ഒതുക്കി. എന്റെ വിവരക്കേട് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങള് വലിയ തറവാട്ടുകാരല്ലേ, അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചാളി. നമ്മൾ ആണുങ്ങളോടാ അവിടെ കളി. അപ്പൊ കുഞ്ഞിക്കോയ ഞാനവിടെ നടക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ സീനം തലക്കിളക്കി. അതെ, ഞാൻ വന്നപ്പോ പ്രേക്ഷകരോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. സലാം കൊടിയത്തൂരിന്റെ എല്ലാ സീഡിയുടെയും വിജയം 100% സിദ്ദിഖ് കൊടിയത്തിന്റെ കോമഡിയിലാണെന്ന്. അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ എഴുതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. നിങ്ങളാണ് ഞാൻ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞേക്കണത്. കുഴപ്പമില്ല ഉണ്ടാവും. അങ്ങനെ പറഞ്ഞോ? അത്തോട്ട് ഞാൻ പറഞ്ഞു വന്നപ്പോ തന്നെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. എന്തേ? എന്താന്ന് വെച്ചാല് സലാം കൊടിയത്തൂരിന്റെ അടുത്ത വർക്കില് നിങ്ങൾക്ക് നല്ലൊരു റോൾ ഉണ്ടായിരുന്നു. അത് പോയി കിട്ടി. അല്ലാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സത്യം പറയാമെങ്കിൽ സലാം കൊടിയത്തൂരിന്റെ ആ സ്ക്രിപ്റ്റും ആ ഡയറക്ഷനിലുമാണ് 100% വിജയം. അവിടെ ആർക്കും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് കോമഡിക്കല്ല പ്രാധാന്യം. നമ്മളൊരു സൃഷ്ടി ഉണ്ടാക്കുന്ന അദ്ദേഹമാണ് അതിന്റെ 100% വിജയത്തിനും പിന്നിൽ. എന്റെ റോള് കളയല്ലേ? വിശേഷമായി. കാരണം സലാം കൊടിയത്തൂരിനോട് നിങ്ങൾക്ക് റോള് തരണം എന്ന് പറഞ്ഞത് ഞാനായിരുന്നു. അത് പോയി കിട്ടി. അതും പോയി കിട്ടി. ഇപ്പൊ ഞാൻ എന്ത് പറയണം? എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ CD-യുടെ വിജയം സലാം കൊടിയത്തൂരിന്റെ ഡയറക്ഷനും രചനയും ഇദ്ദേഹത്തിന്റെ കോമഡിയും പിന്നെ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സഹകരണം, ഒരു കൂട്ടായ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ CD വിജയിക്കുന്നത്. ആരുടെയും വൈരാഗ്യം എനിക്ക് വേണ്ടേ. എന്തായാലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു തമാശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇരിക്കണ്ടേ? നിങ്ങൾക്കും ചിരിക്കാൻ സമയമായി. സിദ്ദിഖ് കൊടിയത്തൂരിന്റെ അടുത്ത മനോഹരമായ ഒരു സീൻ കണ്ടോളൂ. മത്തിന്റെ അയിലുണ്ട്, കഷ്ണമീനുണ്ട്, കഷ്ണമീനുണ്ട്. വരെ ആ നോക്കിക്കോളൂ 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 നോക്കിക്കോളൂ. കഷ്ണമീനുണ്ട്, കഷ്ണമീനുണ്ട്. നല്ല മീനൊന്നും ഇല്ലടോ, ഒക്കെ പുതിയത് അന്ന് എത്തിയതാണ്. ആ ഇതങ്ങോട്ട് എടുത്ത് തൂക്കും. തൂക്കും. ഇത് 2.5 കിലോ ഉണ്ട്, 400 റുപ്യാവും. 400 റുപ്യേ? ആ ഈ നല്ലോണം അത് വൃത്തിയാക്കി അങ്ങോട്ട് വിട്ട്. പൈസ പോണത് നോക്കിയാലേ നല്ല മീൻ വാങ്ങി കൂട്ടാൻ കഴിയൂല. അല്ലെങ്കിൽ തന്നെ ആർക്കു വേണ്ടി അപ്പൊ ഇത് ഉണ്ടാക്കണത്? 3 ആൺകുട്ടികളാ എനിക്ക്. ഓര് തിന്നാ തീരാത്തത്ര മുതൽ എനിക്ക് തന്നെ ഉണ്ട്. പുറമെ ഓര് പെണ്ണ് കെട്ടുമ്പോ എടുക്കാൻ മാത്രം പണ്ടവും പണവും വേറെയും കിട്ടും. അങ്ങനത്തെ ഞാൻ എന്തിനാ മത്തി കൂട്ടി വെറുതെ ജീവിതം തീർക്കണത്? പിന്നെ അനക്ക് കേക്കണം, ആടും കോയും കൂട്ടി എന്റെ മക്കൾക്ക് മടുത്ത്. ഓർക്കിപ്പോ കണ്ട മീനാ ഇഷ്ടം. ഇതിപ്പോ കൊണ്ടാലും പിടിച്ചിൽ വെക്കാനൊന്നും ഉണ്ടാവൂലടോ. 2 നേരം കൊണ്ട് അവിടെ തിന്നു തീർക്കാൻ ആളുണ്ടേ. മൂസക്കോയ ഇവിടെ ഉണ്ടായിരുന്നോ? മൂസക്കോയക്ക് പിന്നെ കഷ്ടമീൻ കുട്ടി ചോറുന്നാൻ വീതിയില്ല. 4 പെൺകുട്ടികളല്ലേ? കിട്ടുന്ന പൈസക്ക് കഷ്ടമീൻ വാങ്ങിയാല് അയിട്ടാളെ കെട്ടിച്ചിടുന്ന എങ്ങനെയാ? ഞാൻ പിന്നെ മത്തിയുമായി കഷ്ണായി കറി വെക്കും. എന്നിട്ട് മക്കളോട് പറയും കഷ്ണമീനാണ് നല്ലോണം കൂട്ടിക്കോളി. ഒരർത്ഥത്തിലൊക്കെ കഷ്ടമീൻ തന്നെ. ആ മമ്മദുട്ടുണ്ടേനു ഇവിടെ? മമ്മദുട്ടിക്ക് പിന്നെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, കഷ്ടമീൻ കൂട്ടി ശീലായിട്ടില്ല. എനിക്ക് കഷ്ണമീൻ കൂട്ടിയാ വേറ്റുന്നു. എനിക്ക് പിന്നെ ശോധന അല്ലാത്തോണ്ട് കഷ്ണമീൻ നല്ലതാ. ഹുസൈനെ ആ മീൻ വേഗം കൊണ്ട. നമ്മൾ 1/2 കിലോ മത്തിയിട്ട് കാട്ടിയേ. ഇവിടെ നിർത്തോ, വലിയ നോക്കിയോ? മമ്മദുട്ടിയെ
വിറ്റാമിൻ ഏറ്റവും കൂടുതലുള്ളത് മത്തിയില. അതുകൊണ്ടല്ല ഞാനെന്നും മത്തി തന്നെ വാങ്ങുന്നത്. ഏത് കാലത്തും കിട്ടണ മീനാ മത്തി. പിടിച്ചാലും തീരൂല. എന്താ കാരണം എന്നറിയാവോ? എന്താ? ലോകത്തുള്ള പാവപ്പെട്ടവർ മീൻ കിട്ടാതെ ബുദ്ധിമുട്ടാതിരിക്കാൻ അവരെ കറിക്കുള്ള വക റബ്ബ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്നാലും തൊള്ളക്ക് ഒരു പസർമ കിട്ടണമെങ്കിൽ കണ്ടമീൻ തന്നെ കൂട്ടണം. ഏയ് ഒരു വിധം കയ്യെങ്കിൽ കഷ്ണം മീൻ വാങ്ങരുത്. മത്തി കൂട്ടി മടുക്കുമോ? മാന്തള്, ബത്തല്, പിയാപ്പിളക്കോര, അയില അങ്ങനെ മാറി മാറി വാങ്ങിക്കൂട്ടിയാ മതി. ചെമ്മീൻ അങ്ങനെ? ചെമ്മീൻ ഒരു മീനല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട. അല്ല, അന്ന ആരെങ്കിലും സൽക്കാരത്തിന് വിളിച്ചെന്ന് വിചാരിക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോ കണ്ടമീൻ ഇങ്ങനെ പൊരിച്ച് നിരത്തിക്കണ്. അത് ഈ കൂട്ടൂലേ? ആരെങ്കിലും എന്റെ പ്ലേറ്റിലേക്ക് കിട്ടുന്ന ഞാൻ അത് തടുക്കൂല. അതെന്താ തടുക്കാത്തത്? വിധിനെ തടുക്കാൻ ഒരാൾക്കും കഴിയൂല അമ്മൂട്ടിയെ. ഞാനൊരു ഇന്റർവ്യൂ മോഡൽ ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾ ഈ ഫീൽഡിലേക്ക് വന്നത് സ്വയം എടുത്ത് ചാടുകയായിരുന്നോ, അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ, അത് ആരെങ്കിലും പാര വെച്ച് സ്വയം ഇറങ്ങിയാണോ, അതോ ആരെങ്കിലും ഉന്തിത്തള്ളിക്കൊണ്ടുവന്നാണോ? അല്ല, ഞാനൊക്കെ പലരെ പാര വെച്ചും ഒക്കെ വന്നത്, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, സത്യത്തിൽ ഈ ഹോം സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു പ്രവേശനം? കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നാടകങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ടായിരുന്നു. പിന്നെ സലാംകുടിയത്തൂർ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള കുറെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു. ഒന്നാമത്തെ ഹോം സിനിമ തന്നെ ഒരു നാടകം ഹോം സിനിമ ആക്കിയതാണ്. അപ്പൊ ആ നാടകത്തില് അവതരിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ചേക്കു. അപ്പൊ ആ നാടകം ഹോം സിനിമ ആക്കിയപ്പോ അതിലും അതേ വേഷം തന്നെ കിട്ടി. അങ്ങനെ അറിയാതെ ഈ ഹോം സിനിമ മേഖലയിലേക്ക് വന്നു പോയതാ. പിന്നീട് വന്നിട്ടുള്ള ഹോം സിനിമകളിലൊക്കെ കോമഡി കഥാപാത്രങ്ങളായിരുന്നു കിട്ടിയിട്ടുള്ളത്. താങ്കൾ എന്തുകൊണ്ടാണ് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യാത്തത്? കോമഡി കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഏതെങ്കിലും പള്ളിയിൽ നേർച്ച ചേർന്നിട്ടുണ്ടോ? നല്ല ഉഗ്രൻ പൊട്ട ചോദ്യം. എന്റെ യൂസുഫ് ഖാൻ, സീരിയസ് കഥാപാത്രങ്ങൾ ഏതോ റോളുകളൊക്കെ ആരെങ്കിലും തന്നാലല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ സീരിയസ് കഥാപാത്രങ്ങളായുള്ള റോളുകൾ തന്നു എന്ന് തന്നെ വിചാരിക്കാം. പ്രേക്ഷകർ അത് എങ്ങനെ സ്വീകരിക്കാന്ന് എനിക്ക് പറയാൻ പറ്റൂല. മറ്റെന്ത് വേണമെങ്കിലും ഉപ്പ പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാം. വേണമെങ്കിൽ ഇതിനേക്കാൾ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. പരിചരിക്കാൻ ഒരാളെയും ഏർപ്പാടാക്കി തരാം. എന്താ പോരെ? ആസാദെ, മാതാപിതാക്കളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ആണോ? അല്ലേ, എനിക്കറിയില്ല. ഉപ്പ കാണിച്ചു തന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഉപ്പ എപ്പോഴും പറയാറില്ലേ, നീ എന്നെ കണ്ടു പഠിക്കണമെന്ന്. നീ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. ശരിയല്ല, നിന്റെ ഈ നിലപാട് ഒട്ടും ശരിയല്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ കിഡ്നി എടുത്ത് ദാനം ചെയ്യ്. വന്നോ? വന്നു. ഇനി ഉപദേശം തുടങ്ങിക്കോളി. ഉപദേശമൊക്കെ നിർത്തി. താങ്ക് യു. നിന്നെ ഇനി വീട്ടിലേക്ക് കയറ്റണ്ടെന്നാ വല്യൊക്കെ പറഞ്ഞത്. ഓഹോ, വീട്ടിലെ ഭരണം എന്നാണാവോ വല്ലിക്കാന്റെ കയ്യിലെത്തിയത്? അവരെങ്ങനെ പറയുന്നതാണോ തെറ്റ്? അതെ, അവർക്ക് അങ്ങനെ പറയാനുള്ള അവകാശമില്ല. കാരണം എന്റെ 2 ജ്യേഷ്ഠന്മാർക്കുമുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുമുണ്ട്. അത് പോട്ടെ, ഉപ്പ എന്തെങ്കിലും പറഞ്ഞോ? ഇത് കണ്ട് ഇത് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ആ ചോദിച്ച ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. സീരിയസ് വേഷങ്ങളൊന്നും ചെയ്യേണ്ട, കോമഡിയിലൂടെ അങ്ങോട്ട് പോയാൽ മതി. എന്തിനായുള്ള ചീത്ത പേര് വെറുതെ കളയണേ? അല്ല, നല്ല പേര് വെറുതെ ചീത്തയാണ്. അപ്പൊ നമുക്ക് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയാം. ഈ ഹോം സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാല്, ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഉൾപ്പെട്ട സീനല്ല സത്യം പറഞ്ഞാല്. ആണോ? അപ്പൊ ഈ ഹോം സിനിമയിലൊക്കെ ഞാനല്ലാതെ വേറെയും കോമഡി ചെയ്യുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് രാഘവൻ പുറക്കാട്, അബ്ബാസ് അലി പത്തപിരിയം, ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള അവരുടെ അഭിനയമൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ കോമഡി എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന സംഗതിയല്ലല്ലോ. അപ്പം കുറെ ആളുകളുടെ ഒരു കോമ്പിനേഷനിലാണ് കോമഡി പറക്കുന്നത്. അപ്പൊ ഈ അബ്ബാസ് അലി പത്തപിരിയം, പിന്നെ രാഘവൻ പുറക്കാടിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പോലും ചിരിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, പെട്ടെന്ന് വരുന്ന ചേഞ്ചസ്, അത് വളരെ തന്മയത്തോടു കൂടി അവതരിപ്പിക്കാൻ രാഘവൻ പുറക്കാട് ഫസ്റ്റാ. അതുപോലെ വളരെ റിയൽ ആയിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ അബ്ബാസ് അലി പത്തപിരിയം. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഒരു പിന്നെ 2ാമത്തെ ഹോം സിനിമ ആയിരുന്ന വരനെ വിൽക്കാനുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീന്, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ബ്രോക്കറായിട്ടാണ് അദ്ദേഹം പിന്നെ അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു അമുസ്ലിം സുഹൃത്ത് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉപദേശം തേടി വരുന്നുണ്ട്. എന്തായാലും പ്രേക്ഷകരെ കുടുകുടാചിരിപ്പിച്ച സിദ്ദിഖ് കൊടിയത്തൂരിനെ ചിരിപ്പിച്ച ഒരു കോമഡി സീൻ നമുക്ക് കാണാം. അയിമലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിൽ കൂടിയ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കല്യാണം ഉണ്ടാക്കിയാണ്. നോക്കിക്കോണ്ടി. ഇസ്ലാമായ പെണ്ണ് കിട്ടുന്ന ഉറപ്പുണ്ടോ? ഇസ്ലാം ആയാലും പിന്നെ അന്നെ പെണ്ണെട്ടിക്കൽ ഇന്റെ ബാധ്യത. പക്ഷേ അന്നെപ്പോലൊരു മുർച്ചുത്ത് ഇസ്ലാമിന് പെണ്ണെട്ടിച്ച് തരണമെങ്കിൽ കമ്മീഷൻ കൂടും. പൗതി മതിയോ?
പെണ്ണ് കെട്ടിച്ച് തന്നാ പിന്നെ എന്റെ ലൂട്ടി കഴിഞ്ഞ് പിന്നെ കുടുങ്ങാതെ നോക്കണ്ടേ ഇയ്യ. അല്ല ഇതിപ്പോ പെട്ടെന്ന് കുടുങ്ങണ പരിപാടിയാണോ? പെട്ടെന്ന് കുടുങ്ങാതിരിക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ മൂസാജി എന്ന് പറയുന്ന ഒരു പ്രമാണിണ്ട്. മൂപ്പര നാട്ടിലൊരു കാരണോര് എന്റെ അടുത്ത സുഹൃത്താ. ഇസ്ലാമായി വന്ന പലരും മൂപ്പര് നല്ല നല്ല ജോലിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഗൾഫിൽ പറഞ്ഞിട്ടുണ്ട്, പെണ്ണും കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം എജ്ജ് പോയി മൂപ്പര ചാക്കിടണം. പിന്നെ ഒരു 5 കൊല്ലത്തിന് അനക്ക് ആരും പേടിക്കണ്ട. എന്നാലേ ഈ ഒരു 50 ഉറുപ്പ്യ ഉണ്ടാട്ടിക്ക. 100 ചോദിക്കേനി. എന്നാ ഞാൻ ഇപ്പം തന്നെ ഇസ്ലാമാകുക. വൈകുന്നേരമായിട്ട് പോരെ? പോരാ, ഇപ്പം തന്നെ വേണം. 4 കലിമ ചൊല്ല്. എന്ത് കലിമ ചൊല്ലടോ? ഇസ്ലാം ആകണമെങ്കിൽ ആദ്യം കലിമ ചൊല്ലണം. എന്നാ ആദ്യം നിങ്ങൾ ചൊല്ലിത്തരി. ഇത് അനക്കാണ് ചൊല്ലിയാല്. ആദ്യം നിങ്ങൾ ചൊല്ലിത്തരി, അത് കേട്ട് ഞാൻ ചൊല്ലാം. അത് ശരി, ജിന്ന ഇസ്ലാം ആക്കുക. അതല്ല കാക്കേ, നിങ്ങൾ പറഞ്ഞ സംഗതി എന്താണെന്ന് എനിക്കറിയില്ല. തുടങ്ങി ഇനി ഇത് പിടിച്ചാ കിട്ടൂല. കാക്കേ നിക്കി നിക്കി, നിങ്ങളെ പറഞ്ഞ സാധനം തരി. നിക്കി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇപ്പപ്പാന്റെ കുട്ടി ഉള്ളിൽ പോയിരിക്കട്ടാ. കേറിയിരിക്കി. ആരാ മനസ്സിലായില്ലല്ലോ? ഞാനൊരു പുതു മുസ്ലിമാണ്. ആചാര കണ്ടാൽ എല്ലാ സഹായവും ചെയ്തു തരുന്ന ആളുകൾ പറഞ്ഞു. എന്ത് സഹായ വേണ്ടത്? പെണ്ണ് കെട്ടണം. ആചാര സമ്മതം മാത്രം മതി. പെണ്ണിനെ മരക്കാര് കണ്ടുപിടിച്ചു തരും. എന്നാ മുസ്ലിമായത്? കഴിഞ്ഞ ചൊവ്വാഴ്ച. ഇസ്ലാമിലിപ്പോ ആളെ തേഞ്ഞിക്കണ്. പുതിയ ഒഴിവൊന്നുമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ആളെടുക്കണില്ല. വല്ല ഒഴിവും വന്നാല് അറിയിക്ക. കാണാരാ കാണാരാ. അഡ്രസ് കണാറിന്റെ അടുത്ത് കൊടുത്താ മതി. ഇനി സ്ഥലം വിട്ടോ. കാണാരാ, പെണ്ണെട്ടാൻ വേണ്ടി ദീനുൽ ഇസ്ലാമിൽ കൂടുന്നോല ആ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ കൂട്ടത്തില് ഇതും വാങ്ങി വെച്ചളാ. എന്തേ കാണാരാ? എടോ, അന്നെപ്പോലെ പെണ്ണ് കെട്ടാനും മൊയ് ചെല്ലാനും തോന്നുന്ന പിരാന്തന്മാർക്ക് കേറിക്കൂടാനുള്ള താവളല്ല ഇസ്ലാം ദീന്. തലയിലൊരു തൊപ്പി വെള്ളക്കുപ്പായോ ഇട്ടതുകൊണ്ട് മാത്രം ഒരുത്തനും മുസ്ലിം ആകാൻ പറ്റൂല. മനസ്സിലായോ? ഈ പരിസരത്തൊന്നും എന്നെ കണ്ടുപോകരുത്. ഞാൻ പറഞ്ഞ കേട്ടോ? എന്നാ വിട്ടോ. മിസ്റ്റർ സിദ്ദിഖ്, ചില നടന്മാർ കഥാപാത്രങ്ങളായിട്ട് വളരെയധികം ഇഴുകിച്ചേർന്ന് അഭിനയിക്കുമ്പോൾ ഈ സിനിമ കഴിഞ്ഞാലും ആ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്ന് വിട്ടുപോകാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. പല നടന്മാർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർ ചെയ്ത കഥാപാത്രങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ കുറച്ചാളൊക്കെ അവരങ്ങനെ ജീവിക്കാറുണ്ട്. താങ്കൾക്ക് അതുപോലെ ഏതെങ്കിലും കഥാപാത്രമായിട്ട് ഇഴകിച്ചേർന്ന് അഭിനയിച്ചിട്ട് ഇപ്പോഴും ആ കഥാപാത്രം താങ്കളുടെ ദേഹത്ത് നിന്ന് വിട്ടുപോകാതെ ബാധയായിട്ട് പിന്തുടരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ അടുത്ത് അത് ബാധ ഒഴിപ്പിക്കുന്ന സ്ഥലമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാൽ. സത്യത്തിൽ ഇത് എന്താ പരിപാടി? ബാധ ഒഴിപ്പിക്കലോ അതോ ബാധ ഒഴിപ്പിക്കലോ? അല്ല, അത് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേഹത്ത് ഇപ്പോഴും ഒഴിയാതെ തോന്നുന്നത് നിങ്ങളുടെ ദേഹത്ത് ഒഴിയാതെ എന്തോ ഒരു ബാധ എപ്പോഴും ഉണ്ട്. അതുണ്ടോ? അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ഒരു ടീസ്പൂൺ വീതം 3 നേരത്തില് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രമാണ് ചെറിയവനാക്ക എന്ന് പറഞ്ഞിട്ട്. ചെറിയവനാക്ക. എല്ലാരും വലിയവനാക്കാനാണ് പറഞ്ഞത്. ചെറിയവനാക്ക കഥാപാത്രം സിമ്പിൾ അല്ലേ ഉള്ളത്? ചെറിയവനാക്ക. ഈ ചെറിയവനാക്കയുടെ പിന്നെ ഒരു രീതി 2-3 ദിവസം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് അദ്ദേഹം വന്ന് ഇരിക്കുന്നത് ഒരു കൊരക്കലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ രാവിലെ ഒക്കെ എഴുന്നേറ്റ് ഞാൻ അറിയാതെ ആ ബെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് 1-2 കൊര അങ്ങനെ കുരച്ചു, അറിയാതെ. പിന്നെ ഈ അറിയാതെ നാവൊക്കെ ഇങ്ങനെ ആക്കി പോകും. ഒരു 2-3 ദിവസം അറിയാതെ വന്നു പോകുന്ന ഒരു സംഗതി. അപ്പൊ എനിക്ക് തോന്നി അതൊരു ബാധയായിട്ട് കൂടിയിട്ടുണ്ടോന്ന്. 2-3 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒഴിഞ്ഞു പോയി, ഒഴിപ്പിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒഴിയവനാക്ക
അദ്ദേഹത്തെ ഒന്ന് കാണണ്ടേ? ഇദ്ദേഹത്തെ വലിയവനാക്കിയ ആ ഒഴിയവനാക്ക അല്ല ചെറിയവനാക്കാൻ ആ ചെറിയവനാക്കാൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ആമിന 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 ഇഷ്ടമില്ലടാ, എനിക്കിഷ്ടമില്ലടാ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലടാ. ആ എനിക്ക് ഇന്ന ഇഷ്ടമല്ലാന്നും എനിക്ക് അന്ന ഇഷ്ടമല്ലാന്നുള്ളൂ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാ ജി ഓന്ത് കള്ളിപ്പാല് കുടിച്ച മാതിരി കടന്ന് ചാടുന്നത്? എങ്ങനെ മനസ്സാ ഇഷ്ടണ്ടാവുക? എത്ര കാലം നിങ്ങളോട് ഒരു ബർമുടിയും പനിയും കുപ്പയും വാങ്ങിത്തരാൻ പറയണത്? എല്ലാ പെണ്ണുങ്ങളുടെ മാതിരി എനിക്കും ഉണ്ടാവില്ലേ ഒരു ബർമുടിയിട്ട് നടക്കാനുള്ള ഒരു പൂതി? ഇതാപ്പ ഈ വയസ്സ് കാലത്ത് എന്റെ പൂതി. എന്നാലും എനിക്കൊന്നല്ല കേക്കണ്ടി. എന്റെ ബാപ്പ മേലെ പറമ്പിലെ കമ്മുണ്ണിയും ഉമ്മ പിലാ കുറ്റിക്കാൽ എണ്ണിപ്പാത്തുമില്ലേ, ഓലൊക്കെ ബർമുടി ഇട്ടുകൊണ്ടല്ല ആ പള്ളിപ്പറമ്പ് പോയി കിടക്കണത്. ഓലൊക്കെ ഇട്ടുപോയ യൂണിഫോം ഇട്ടുകൊണ്ട് എന്നെ പോയാ മതിയോ? അയിന് മനുഷ്യ ഓലൊക്കെ നാട്ടില് TV വരുന്നതിന് മുമ്പേ, കേബിള് വരുന്നതിന് മുൻപേ, പരിഷ്കാരം വരുന്നതിന് മുമ്പേ മയ്യത്തായി പോയത് ഇന്റെ തെറ്റാ? ഓൽക്ക് പടച്ചോൻ ആഹാരത്തിലെങ്കിലും ഒരു കേബിള് കണക്ഷൻ കൊടുക്കണേന്നാ പടച്ചോനോട് എന്റെ പ്രാർത്ഥന. അല്ലെങ്കിലും ഉണ്ട് മനുഷ്യ, ഓലൊക്കെ ജീവിച്ച പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കുത്തിരിക്കണം, എങ്ങനെ വർത്താനം പറയണം എന്നൊക്കെ TV നമ്മളോട് പറയണില്ലേ? അതനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. വെറുതെ എന്തിനാ ഈ വയസ്സുകാലത്ത് പടച്ചോൻ കേബിൾ വള്ളിയുമ്പോ കൂടെ ഇറക്കി തന്ന നെയ്മത്ത് ഞമ്മളായിട്ട് വേണ്ടെന്ന് വെക്കണത്? അല്ലെങ്കിലോ സീരിയലൊന്നും എത്ര കണ്ടാലും തടിക്ക് കുഴപ്പമില്ല, ആട്ടുംകുടല് തിന്ന മാതിരിയാ. മാത്രമല്ല കുറച്ച് ചിരിച്ച് കൊറേ കരയാനല്ല പടച്ചോ നമ്മളോട് പറഞ്ഞത്. ആ നിലയ്ക്ക് നോക്കുമ്പോ ഇത് ആഹാരത്തിലും ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മയത്. ജോലിയായി എന്ന് പറഞ്ഞ സീരിയല് കഴിഞ്ഞാൽ ഒരു നിസ്കാരം ഉണ്ടല്ലോ, എന്താ ഇനി അതിന്റെ പേര്? അത് അസറാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കേക്കണ തമാസ. 2 ദിവസമായിട്ട് എനിക്ക് ആ നിസ്കാരം നിസ്കരിച്ചാനേ കഴിഞ്ഞില്ല. നിങ്ങക്ക് 2 ദിവസം, 2 ആഴ്ചയായിട്ട് എനിക്ക് ഒരു നിസ്കാരവും നിസ്കരിക്കാൻ കഴിയണില്ല. അല്ലെങ്കിൽ എന്തിനാ കൊറേ നിസ്കാരവും നോമ്പൊക്കെ നോക്കണേ? സ്വർഗത്ത് പോവാൻ വേണ്ടിട്ടല്ലേ? ഞമ്മക്ക് സ്വർഗം പടച്ചോൻ ഇവിടെ തന്നെ തന്നിട്ടില്ലേ? എങ്ങനെ? ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാം. ടിവിന്റെ സ്വിച്ച് ഇട്ട കാടും മലയും പോയും ഇതൊക്കെ തന്നെയല്ലേ സ്വർഗത്തിലുള്ളത്? അത് ശരിയാ. ചെലപ്പോ എനിക്കും തോന്നും ഞാൻ സ്വർഗത്തിൽ എത്തിക്കണെന്ന്. പിന്നെ എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവില്ല. എപ്പോഴാന്ന് അറിയാം എനിക്ക്? എപ്പോഴാ? എന്റെ മോന്ത കാണുമ്പോളാ. മനസ്സിലായില്ലേ? സ്വർഗത്തിലുണ്ടാല് ഹൂറുല്ലീങ്ങളാണല്ലോ. ഓ, ഇതിന് മറുപടി പറഞ്ഞാലേ കുറച്ച് ഏറിപ്പോവും. ഓ, പിന്നെ കുറച്ച് കഞ്ഞിന്റെ വെള്ളം കൂടെ എടുത്തോ, അതിനാ പന്ന വിളിച്ചത്. കഞ്ഞിന്റെ വെള്ളം നിങ്ങൾക്ക് കോഴി ബിരിയാണി കൊണ്ടുതരാ വാണ്ടജി. അപ്പൊ ഇതില് വരുന്ന സ്ഥിരമായിട്ട് കോമഡി ചെയ്യുന്ന ആളുകൾക്ക് പുറമെ വേറെയും ചില കോമഡി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് കുവൈത്തിൽ ചിത്രീകരണം നടത്തിയ അളിയൻ ഒരു ഫ്രീസ എന്ന് പറഞ്ഞ ഹോം സിനിമയിൽ ഒരു അളിയനായിട്ട് വരുന്ന ഒരാളുണ്ട്. യൂസഫ് കണ്ടിട്ടുണ്ടാവും. അയാള് അങ്ങോട്ട് വന്ന് ഡയലോഗ് ഒന്നും പറയണ്ട, വെറുതെ അങ്ങോട്ട് നിന്നാ മതി, ആളുകൾ ചിരിക്കും. സത്യം പറയുകയാണെങ്കിൽ അയാൾക്ക് മുമ്പ് ക്യാമറക്ക് മുമ്പിൽ നിന്ന് അഭിനയിച്ച ഒരു പരിചയമൊന്നും ഇല്ല. പക്ഷെ അയാളെയും അയാൾ പറഞ്ഞ ചില ഡയലോഗുകൾ ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളുകളെ അദ്ദേഹത്തിന്റെ പിന്നെ അപ്പിയറൻസ് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ എന്തായാലും അളിയനൊരു ഫ്രീ വിസയില നമ്മളെല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച ആ ഒരു 1.5 അളിയൻ പൊന്നെ ഒരു പണിയെടുക്കാതെ ജീവിക്കണമെന്ന് പറഞ്ഞ് നടക്കണ ഒരു മനുഷ്യന്റെ കോമഡി സീൻ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കുട്ടിയാക്ക, ഇതാണ് എന്റെ അളിയനെ. ബാപ്പുട്ടിയെ, കാര്യങ്ങളൊക്കെ അളിയനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ? എപ്പോഴും ചെക്കിംഗ് ഉള്ള സ്ഥല. കണ്ടറിഞ്ഞ് നിന്നാല് കുറച്ചു ദിവസം പിടിച്ചിക്കാം. ചെക്കിംഗ് പെട്ട പുറത്തിറക്കാൻ മാത്രം വാസ്തുള്ള ആളല്ല കുട്ടിയാക്ക.
താമസിക്കാൻ ഒരുങ്ങിട്ടല്ലേ വന്നിക്കണ്? നാളെ മുതൽ ഇവിടെ താമസിക്കാം. ഒന്നുകൂടി എന്റെ കൂടെ നിൽക്കട്ടെ. വൈകുന്നേരം 5 മണിക്ക് തന്നെ ഫ്രീ ആക്കിയാൽ എനിക്ക് അവിടെ തന്നെ താമസിക്കാമല്ലോ. ഡ്യൂട്ടി ടൈം എനിക്ക് 4-5 മണിക്കൂർ മതി. എന്നാ പിന്നെ ഞാൻ അറിഞ്ഞ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. അളിയാ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇതിലെ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് അവസാനം കുട്ടിയാക്കാന്റെ കാലൊടിച്ചിട്ട് കിട്ടിയതാ ഈ ജോലി. ഇത് കൊളാക്കരുത്. വാ വാ. എന്നാ നമുക്ക് ഇപ്പം തന്നെ അത് തുടങ്ങാം. ആദ്യം ഗ്ലാസ് കഴുകി തുടങ്ങിക്കോ. പ്ലേറ്റ് ഇപ്പം വരും. നല്ലോണം വൃത്തിയാവണം. നാട്ടിലത്തെ മാതിരിയല്ല, ഇത് ഗൾഫാ, ഗൾഫ്. എന്റെ സ്റ്റാൻഡേർഡിന് ചോദിച്ച ജോലിയൊന്നല്ല ഇത്. ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. മഞ്ചേരിയിൽ പാണ്ടിക്കാട് റോഡിൽ ഒരു കൂൾ ബാർ ഷോപ്പ് ഉണ്ട്. അതാരതാന്ന് നിനക്കറിയൂ? അറിയില്ല. അത് എന്റേതാ. ആഹാ, ഇതുപോലെ ഗ്ലാസ് കഴുകിയിട്ടുണ്ടാക്കിയതാ. അരീക്കോട് റോഡില് ഒരു ഫർണിച്ചർ കടയുണ്ട്. അതാരതാന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. എന്റേതാ. ഇതുപോലെ പ്ലേറ്റ് കഴുകിയിട്ടുണ്ടാക്കിയതാ. കോഴിക്കോട് റോഡില് ഒരു ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ട്. അതാരതാന്ന് നിനക്കറിയോ? ഇല്ല. ഇന്റേതാ. അത് ഇതുപോലെ പ്ലേറ്റ് കഴുകിയിട്ടുണ്ടാക്കിയതാ. അത് നിങ്ങൾക്ക് മലപ്പുറം റോഡിൽ സ്ഥാപനം ഒന്നുമില്ല? ഇല്ല. എന്നാലേ ബാക്കിയുള്ള പ്ലേറ്റും കൂടി കഴുകിയിട്ട് അവിടെയും കൂടി ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കോളി. ഇവിടെ വാ മോനെ. മോനിക്ക് ക്യാഷ്യർ ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവോ? ആ, അങ്ങനെയുള്ള ജോലിയാണെങ്കിൽ ഓക്കെ. മോൻ വാ. ഇവിടെ വാ, പറയട്ടെ. ഇനി ഈ പരിസരത്ത് എങ്ങാനും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചവിട്ടി ഊര ഞാൻ മുറിക്കും. ഓടാ അവിടുന്ന്. ഉറങ്ങി. നല്ല അവതാരകൻ. ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് ഇതാ കടന്നുറങ്ങാം. സീൻ കഴിഞ്ഞു. അടുത്ത സീനിട്ട് കൊടു. 1 ടീസ്പൂൺ വീതം 3 നേരം. എന്ത്? 1 ടീസ്പൂൺ വീതം 3 നേരത്തിലെ കോമഡി ഇട്ട് കുറേ. നല്ല അവതാരകൻ. ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് കടന്നുറങ്ങാം. എന്തായി വൈദ്യരെടുത്ത് പോയിട്ട്? മരുന്ന് മാറി കിട്ടിയോ? എന്താ നിങ്ങൾക്കൊരു മിണ്ടാട്ടല്ലാത്ത? ഞാൻ ചോദിച്ചങ്ങൾ കേട്ടില്ലേ? വൈദ്യരെന്തേ പറഞ്ഞത്? ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയേ. ഞാൻ ഈ കുപ്പി അണ്ണാക്കിലെടുത്ത് കുത്തി തീരൂ. മനസ്സാൻ കുഴങ്ങി അണ്ണി അറിഞ്ഞ് വരുമ്പോളാ ഉണ്ണിമന്റെ വൈത്താല പൂത്താങ്കീരി കൂടിയ മാതിരി വിരി ചെല്ലണേ. ഇജൊന്ന് നീച്ചി പോകണ്ട ഇവിടുന്ന്. ആമീന എന്നോടാ പറഞ്ഞ നീറ്റ് പോവാന്. ഓ, എന്താ ചോദിച്ചാലൊരു ഈ പോയി മരുന്ന് കുടിക്കാൻ ഒരു പാത്രം എടുത്തോണ്ട് വര്. അല്ലാ.
എന്താ അത്? പാത്രം. കണ്ണിലിറ്റിക്കാനുള്ള മരുന്നല്ലത്, കുടിക്കാനുള്ള മരുന്നാ. വലിയൊരു പാത്രം എടുത്ത് കൊണ്ടുവരും പോത്തെ. ഓ തലച്ചോറ് നായി ഇന്നാല് പറഞ്ഞിട്ട് കാര്യല്ല. ഓ ഇതെന്താ? കണ്ണുണ്ടൂടെ വലിയ പാത്രോ? അന്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള പാത്രല്ല, ഈ മരുന്നൊന്ന് കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ പാത്രം ചോദിച്ചേ. പോയൊരു ഗ്ലാസ് എടുത്ത് കൊണ്ടുവരും വരുമ്പട്ടോളെ. ഓ ഈ മനസ്സിനെ കൊണ്ട് ഈ ജാതിനൊക്കെ തെരണ്ടിവാൽ അച്ചാറിൽ മുക്കി തല്ലണോ? നീ പോയിക്കോ, പോയാ സീരിയല് കണ്ടു കൂത്തിരുന്നോ, എന്നാലെങ്കിലും എന്റെ തൊള്ളൊന്ന് അടങ്ങി കിട്ടുമല്ലോ. ആമിന പോയിക്കാ അവിടുന്ന്. എന്റെ മുട്ടുംകാലം നന്നാട്ടെ, ബാക്കി എനിക്ക് ഞാൻ തരുന്നുണ്ട്. താങ്കൾ അഭിനയിക്കുന്ന ഈ ഹോം സിനിമയിൽ ഡയറക്റ്റ് ചെയ്യുന്നത് താങ്കളുടെ ജ്യേഷ്ഠനാണ്. അപ്പോൾ ജ്യേഷ്ഠനുമായി അഭിനയിക്കുമ്പോൾ, ജ്യേഷ്ഠൻ ആക്ഷൻ പറയുമ്പോഴാണ് താങ്കൾ അഭിനയിക്കുന്നത്. അപ്പൊ ജ്യേഷ്ഠൻ എങ്ങനെയാണ്, ഒരു ഡയറക്ടറിന്റെ ഒരു പവറിലാണോ നിങ്ങളോട് പെരുമാറുന്നത്, അതോ സ്വന്തം സഹോദരനെ ഒരു അനിയനോടുള്ള വാത്സല്യത്തിലാണോ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്? എങ്ങനെയാണ്? ക്യാമറക്ക് മുമ്പിൽ വരുമ്പോൾ അവിടെ ജ്യേഷ്ഠനും അനിയനും ഇല്ല. ഡയറക്ടറും ആർട്ടിസ്റ്റും മാത്രമേ ഉള്ളൂ. ആണല്ലേ? ക്യാമറക്ക് മുമ്പിൽ വരുമ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോകും. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കട്ടാണ്. പിന്നെ തലക്കെട്ടാണ്. എന്തായി കാണിച്ചേ? മര്യാദ എന്നോട് പറഞ്ഞില്ലേ? അങ്ങനെ വല്ല ഉണ്ടാ? അങ്ങനെ തട്ടാൻ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. അവസരം തെറ്റിച്ചിട്ടില്ല. എന്നല്ല, തട്ടാനുള്ള അവസരങ്ങള് സന്ദർഭം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അഭിനയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡയറക്ടറുടെ മുമ്പിൽ പോയി ഞാൻ നിന്നിട്ടില്ല അതുവരെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ പ്രത്യേക പരിഗണന എന്ന് പറഞ്ഞാല് ഒരു പരിഗണനയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു പിന്നെ ഫാമിലി റിലേഷൻഷിപ്പ് വേറെ, അത് വേറെയാണ്. ഇത് നമ്മളൊരു പ്രൊജക്ടിന് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ അതൊന്നും മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ ഹെൽപ്പുകൾ കിട്ടാറുണ്ട്. നമ്മളെ കഥാപാത്രങ്ങളൊക്കെ നന്നാക്കി മിനുക്കിയെടുക്കുന്ന കാര്യത്തിലും അതുപോലെ സീന് നന്നായി ചെയ്യാനൊക്കെ. അതെ, അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ ഏത് കഥാപാത്രങ്ങൾ കാണുമ്പോഴും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാകാറുണ്ട്. ഒന്നെങ്കിൽ ഒരു ചുമ, അല്ലെങ്കിൽ ഒരു നാക്കോണ്ട് ഇങ്ങനെ കാണിക്കില്ല, അല്ലെങ്കിൽ ഒരു മൂക്കുവലി, എന്തെങ്കിലും ഒരു മാനറിസം താങ്കൾ ആ ഒരു കഥാപാത്രത്തെ എപ്പോഴും കൊണ്ടുനടക്കാറുണ്ട്. അത് താങ്കൾ ചെയ്ത എല്ലാ കഥാപാത്രം ശ്രദ്ധിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു മാനറിസം താങ്കൾ അത് ചെയ്യാറുണ്ട്. അത് താങ്കൾ ഉണ്ടാക്കുന്നതാണോ, അതോ ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു തരുന്നതാണോ, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന രീതിയിൽ എങ്ങനെയാണ്? താങ്കൾ ഒറ്റക്കാണോ, അത് എല്ലാവരും കൂടി കൂട്ടായ്മ ചെയ്താണോ അങ്ങനെയുള്ള മാനറിസങ്ങൾ ഉണ്ടാക്കുന്നത്? അത് എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങള് ഡയറക്ടറും ഞാൻ ഇരുന്ന് കുറച്ച് സമയം ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത് അതിന് കഥാപാത്രത്തിന്റെ രീതി ഇങ്ങനെ ആയിരിക്കണം, അദ്ദേഹത്തിന്റെ പ്രായം ഇതാണ്, പിന്നെ എന്തെങ്കിലും മാനറിസം കണ്ടെത്താൻ വേണ്ടി എന്നോട് പറയും. അപ്പൊ ഈ മാനറിസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ നാടുകളിൽ, നമ്മളെ നാട്ടിലും റോഡിലും സ്റ്റാൻഡുകളിലൊക്കെ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരുടെ ചില നടത്തം, ചില ആക്ഷനുകള്, ചില സംസാര രീതികള് ഒക്കെ ഒരു മാനറിസത്തിലേക്ക് ഞാൻ കോപ്പി ചെയ്തെടുക്കും. അതാണ് ഞാൻ ഈ പിന്നെ കഥാപാത്രങ്ങളിലേക്ക് ലിങ്ക് ചെയ്തിട്ട് എന്റെ മനസ്സിൽ ക്യാമറക്ക് മുമ്പിൽ വന്നിരിക്കുമ്പം എന്റെ മനസ്സിലുണ്ടാവുക ഞാനല്ല, ഞാൻ വഴിയിൽ വെച്ച് കണ്ട അല്ലെങ്കിൽ നാട്ടിൽ വെച്ച് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും എന്റെ മനസ്സിലുണ്ടാവുക. പടച്ച തമ്പുരാനെ, നോക്കിയാ ആ തന്ത ഇങ്ങോട്ടല്ലേ വരുന്നേ? സുലൈമാനെ, ഇതല്ല കടുപ്പത്തിലൊരു ചായ അങ്ങോട്ടൊരു കായ് കൊറേ തരാണ്ട്. 1-ാം തീയതി ആട്ടോ സുലൈമാനെ. കിയാമന്നാൾ 1-ാം തീയോ? ഒന്നും വേണ്ട പോലീസേ. അല്ല, ഇതെന്ത് കൊറേ നേരമായല്ലോ വായിച്ചിന്. നീ മതിയാക്കിയാളാ? ഇജാനിത് അന്നൊന്ന് കഴി കിട്ടാൻ കാത്തു കഴിയല്ലോ ഞാന്. അന്ന് ആ തന്നെ കാണാൻ വന്ന മതി എന്നെ പൊട്ടി പുറത്താക്കില്ലേ? തമ്പുരാനെ, സുലൈമാനെ, ലേശം വെള്ളം കണ്ടു കൊണ്ടുപോകാൻ. വെള്ളം പുറത്ത് പിടാനുണ്ട് കാക്ക. ചേക്കോ നെത്തേക്ക് ഭക്ഷണെ കുട്ടി പറ്റി, എനിക്ക് ഇനി വയ്യ. ചേക്കോ സുലൈമാനെ, ആ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോര്. ഇവിടെ വന്ന് എടുത്തോടി, എനിക്ക് വേറെ പടിയുണ്ട്. വെള്ളം വേണ്ട, ചായ മതി. വെള്ളം വേണ്ട, ഒരു ചായ അങ്ങോട്ട് എടുത്ത സുലൈമാനെ, വേഗം അങ്ങോട്ട് കൊണ്ടുപോര്. അതൊക്കെ ചേക്കൂന്റെ തട്ടിപ്പ് തന്നിരിക്ക.
ചായ അങ്ങോട്ട് കൊണ്ടുവരും പോലീസേ. ഇവൻ എന്തെങ്കിലും പറ്റിയാ ഞാൻ ജയിലിൽ ഇറക്കേണ്ടി വരൂ. ഞാൻ ജയിലില് ഇറക്കേണ്ടി വരൂ. ചായ കൊണ്ടൊന്നും ബോധം തെളിയൂല. പിന്നെ എന്താ മാണ്ടിയത്? നീന്തറാക്ക. ഞാൻ പറഞ്ഞില്ലേ ഇതോന്റെ തട്ടിപ്പായിരുന്നു. എനക്ക് ഇപ്പൊ പറഞ്ഞാ മതി. പളാച്ചി ശ്വാസം നേരെ വീണ് പളാ ശ്വാസം. പഠിച്ചോനെ ഞാൻ പേടെ അമേരിക്കയില് അതിന്റെ ഇടയിൽ മറ്റേ ബില്ലീസ് എവിടെ പോയി? പാഞ്ഞോടോ പാഞ്ഞോ, അന്നെ എഞ്ഞു എന്റെ കയ്യ് കിട്ടു. ഓ എന്താണ് മുങ്ങല്. ഇത്രയും പ്രോത്സാഹനങ്ങൾ തന്ന പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് നന്ദിയാണ്. അത് പറയാം. കാരണം എന്നെ ഞാനാക്കിയത് ഈ പ്രേക്ഷകരാണ്. പ്രേക്ഷകരുടെ സഹായ സഹകരണങ്ങളാണ്, അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ്. ആ നിലക്ക് എന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വിഭാഗം നാട്ടിലുള്ള ഈ പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അവരോടുള്ള ആഴമഴിഞ്ഞ നന്ദി കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇനിയും പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ധാരാളം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ കലാകാരൻ സിദ്ദിഖ് കൊടിയത്തൂരിന് നിങ്ങളുടെ പ്രോത്സാഹനം ഇനിയും വേണം. ഇദ്ദേഹം ഇത്ര കഥാപാത്രങ്ങളൊന്നുമല്ല, ഒരു 10,000 കഥാപാത്രങ്ങൾ ഇനിയും വൈവിധ്യങ്ങളായിട്ട് അവതരിപ്പിക്കാനുണ്ട്. അതിനുള്ള പ്രോത്സാഹനം നിങ്ങളാണ്. അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്, ഒക്കെ സപ്പോർട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പൊ ഇനി എന്താ പരിപാടി? ഇനി പോണം. അപ്പൊ ഇനിയിപ്പോ ഇദ്ദേഹത്തെ വിടാം അല്ലേ? അപ്പൊ സിദ്ദിഖ് കൊടിയത്തൂരിനെ പ്രേക്ഷകർ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനിയും കുറെ വിശേഷങ്ങൾ അദ്ദേഹം നിങ്ങളോട് പറയാനുണ്ട്. അത് നമുക്ക് ഇനിയും ഘട്ടം ഘട്ടമായിട്ടൊക്കെ വിളിച്ച് വിശേഷങ്ങളൊക്കെ അറിയാം. എന്തായാലും ഇപ്പോൾ താങ്കൾക്ക് പ്രേക്ഷകർ സ്നേഹത്തോടു കൂടി ഒരു വിട പറയുകയാണ് അല്ലേ? അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ ഇത്രയും നേരം താങ്കളുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് പ്രേക്ഷകരുടെ നന്ദിയുണ്ട്. അപ്പോൾ യാത്ര നമുക്ക് നമ്മുടെ വിശേഷമായി മുന്നോട്ട് പോകാം. ഒരു പഴഞ്ചൊല്ലുണ്ട്, പല നാൾ കട്ടാൽ ഒരു നാൾ പിടികൂടും. എത്ര വിദഗ്ധമായ ആൾക്കാരെ പറ്റിച്ച് മുങ്ങി നടന്നാലും ഒരു ദിവസം പിടിക്കപ്പെടും. നമ്മുടെ വീരപ്പൻ മനാഭം ഒരിക്കലും പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കു പെട്ടു. കണ്ടില്ലേ, 3 പേട്ട് ഓടിച്ചോണ്ടിരിക്കണ പാപത്തിന്. പക്ഷേ ഓടുന്നവർ മനസ്സിലാക്കണം, അവൻ ആരാ പുള്ളി, അവൻ വീരപ്പൻ മനാഫ. ഓടുന്നവർ ശരിക്കിനി വേർക്കും. നിസ്കരിച്ച എനിക്കത് അന്തല്ലാതെ സൈനബ, ജിത് എങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിക്കണ്? കിബിരം മാറിയെന്ന് എനിക്ക് വല്ല വഹിയും കിട്ടിയോ? ഓ, പാഷൻ ഒപ്പിച്ചുള്ള നിസ്കാര കുപ്പായോ? ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക്, ഇങ്ങോട്ട്. ഇതെന്താ മസില് പിടിക്കണ്? പൊന്നാര സൈനബ, എന്നോട് കുസ്തി പിടിക്കാൻ എനിക്കാവൂല. ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക്. ആഹാ, അത് ശരി. അന്യപുരുഷന്മാരെ കണ്ടിട്ടാലേ? എന്നുവെച്ചത് ആദ്യം പറയണ്ടേ, ഏതാണ് ഈ ബിലീസുകള്? ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ആരാത്? ഒന്നും ഇങ്ങോട്ട് വരുമോ? ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഇങ്ങോട്ട് വരി. സ്വകാര്യാട്ടോ. അതെ, അകത്ത് നിസ്കരിക്കുന്ന ആളെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരൂ. കൊടുക്ക്. ശരി, എന്നാ ഇവിടെ നിക്കി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അങ്ങനെ അത് കിട്ടി.
ഇനി അവന്റെ ഇനി ഒന്നും ആലോചിക്കാല്ല, തല്ലി കൈയും കാലും ഒടിച്ചിടുക അങ്ങനെ കൊല്ലണം എന്നാ എന്റെ അഭിപ്രായം. വേണ്ട വേണ്ട കൊല്ലണ്ട, ഒന്നാ കാശ് പോയില്ലേ, ഇടിച്ചു ഒതുക്ക. ഇങ്ങനെ 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 പൊടിയാക്കണം. ധർമ്മം കൊടം ഏയ് ഏയ് എന്താ ഇത്? എന്തൊരു നടത്താ ഇത്? ഒന്ന് നേരെ നടത്തി വെച്ചാ ഒന്നും ചോദിക്കാനായോ? പഠിച്ച തമ്പുരാനെ ബാക്കിൽ ഞാൻ വണ്ടി കൂടിയടാ. നിങ്ങളുടെ മയ്യത്ത് ഞാൻ എടുക്കും. ഇന്ന് അധികം ഓടിക്കരുത്, മര്യാദക്ക് അവിടെ നിന്നോ. എങ്ങട്ടാ മനസ്സങ്ങളി മതം പൊട്ടി പായില്? നിങ്ങക്ക് പിരാന്തായോ? സൈനബയ്യ കുളിമുറിയില. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അകത്തുനിന്ന് പിടിച്ചു വെച്ച പെണ്ണ ഏതാ? പഠിച്ചോനെ, അപ്പൊ ഞാൻ കുളിമുറി കയറിയതൊക്കെ നോക്കി നിങ്ങൾ വേറെ പെണ്ണിനെ അകത്ത് കയറ്റിയില്ല മനസ്സാ? എനിക്ക് ഇനി ജീവിക്കണ്ടോ? എന്റെ കുളി ഒന്നത് കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക്. ആരാപ്പത് 2-3 ആൾക്കാർ ഒളിച്ചു നിൽക്കണ ഇവിടെ? എന്താ ഇവിടെ നിൽക്കണേ? ആ കാക്കേ ഞങ്ങളേക്ക് 100 റുപ്യ വാങ്ങിയിട്ടുണ്ട്. അത് ചോദിക്കാൻ തന്നെ ഞങ്ങളിട്ട് ഇങ്ങനെ ആട്ടണത്. അത് വാങ്ങി തന്ന 50 റുപ്യ എങ്ങക്കാ. അവസാനം വാക്ക് മാറരുത്. വാക്ക് പറഞ്ഞ വാക്കാ. ശരി, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. കാക്ക് ഒന്നും ഇങ്ങോട്ട് പുറത്തിറങ്ങിക്കേ, ഒരു കാര്യം ചോദിക്കാനാ. കാക്കേ ആ കുട്ടിയെ കൊടുക്കാനാണ് തരി. ജോലാളാ? ആ ഇവിടക്ക് ഞാൻ കൊണ്ടുവരാ. ചോദിച്ച മാതിരി ചോദിച്ചപ്പോ പോണ പോക്കുണ്ടല്ലേ. കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവമാണെങ്കിൽ വണ്ടിക്കോളി ചെങ്ങന്മാരെ. ഇതെന്താ എവിടെ നിന്നാലും അടി തന്നെയാണല്ലോ. നിങ്ങളൊക്കെ കൂടി എന്നെ പിരാന്താക്കിയിട്ട് അടങ്ങുള്ളൂലേ. എനിക്ക് പിരാന്തായി, ഇനി ഞാൻ പിടിച്ചാ കിട്ടൂല. വയസ്സായ ഉപ്പന്മാരും ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേരിൽ സ്വത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അന്തർക്കാനെ മാതൃകയാക്കണം. അന്തർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെയാണ്, കുറേ സ്വത്തുണ്ട്. ഇദ്ദേഹത്തിന് വന്ന് മക്കളും മരുമക്കളൊക്കെ വന്ന് എപ്പോഴും അന്വേഷിക്കാറുണ്ട്. എന്താണ് തട്ടിപ്പോയോ എന്നുള്ള അന്വേഷണമാണ്. തട്ടിപ്പോയാലേ സ്വത്തെടുക്കാൻ പറ്റുള്ളൂ. തട്ടിപ്പോയോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? നാടി അല്ലേ, കൈയിൻ്റെ നാടി പിടിച്ച് നോക്കണം. പക്ഷേ ഇദ്ദേഹം നാടി പിടിപ്പിച്ചാലല്ലേ നോക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലീക്ക് വീരാണ് സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിൻ്റെ നാടി പിടിക്കാൻ വേണ്ടി പെടണ പാട്. അവിടെ നിക്ക്. അന്നോട് ഈ പറമ്പക്ക് കാല് കുത്തരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാനാ വന്നത്. മാത്രല്ല ഞാൻ നിങ്ങളെ എന്റെ വീട്ടിക്ക് സൽക്കാരത്തിന് ക്ഷണിക്കാൻ കൂടിയാ വന്നത്. ഇതം കിട്ടും എങ്ങോട്ട് നല്ല പാലില് പറ്റിച്ച ബ്രെഡ. അല്ലെങ്കിലും വീടാന്റെ മാതിരിയല്ല, സ്നേഹമുള്ളവനാ. ഇതേതാ എന്റെ കൂടെ വേറൊരു മരപ്പട്ടി?
അല്ലോ അങ്ങനെയൊന്നും പറയരുത്. ഇതാരാന്നറിയോ? 7ാം മാളികയിൽ അഷ്ടവൈദ്യനെ കേട്ടിട്ടില്ലേ? കുഞ്ഞാന്റെ മൂത്തത്. മൂപ്പരിളയ മോനാ, കുഞ്ഞിക്കുട്ടനിളയത്. അച്ഛന് നല്ല കേളിയായിരുന്നു. നാടി പിടിച്ച് സകല രോഗങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരൂ. മൂപ്പരെ കൊണമ്പല്ലോ ഇയാൾക്ക് കിട്ടിയ ഹുസൈനെ. പിന്നെ അച്ഛനെ കടത്തി വെട്ടും. അതുകൊണ്ടല്ലേ ഞാൻ ഇയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്തിന്? ഒന്നും നിങ്ങളൊന്ന് പരിശോധിപ്പിക്കേ. പഠിച്ചോന്റെ റഹ്മത്ത് കൊണ്ട് ഒരസുഖം എനിക്കില്ല. 92 വയസ്സായി എനിക്ക്. ഇപ്പോഴും ഈ പാഞ്ഞാലും എന്റെ അപ്പുറം എത്തൂല. എന്താ കാരണം എന്നറിയോ? ദിവസം 2 നേരം ബലു കുളിച്ച് അത് ലേഖം തിന്നു. രാവിലെ 6 മണിക്ക് മുറുമുറാതി തൈലം തേച്ചൊരു കുളിയും. അങ്ങനെ തന്നെ പരിശോധിച്ചാനപ്പോ ഉണങ്ങി ചപ്പിച്ചൊരു വൈദ്യരും കൊണ്ട് വന്ന്. ഓന്റെ അച്ഛനെ വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഇപ്പോ ഓ പാഞ്ഞ വൈക്ക് പുല്ലൾക്കൂല. അതിന് കാരണവരെ ഞാൻ നിങ്ങളെ ചികിത്സിക്കാൻ വന്നതാ നിരീച്ചത്. നിങ്ങൾ നാടി പിടിച്ച് നിങ്ങളെ മരണസമയം പറയാൻ വന്നതാ. കിളവന്റെ വായിന്ന് എന്റെ മുഖസ്തുതി കേൾപ്പിച്ചതിന് നിനക്ക് നന്ദിയുണ്ട് കേട്ടോ. ആട്ടെ, ആ കയ്യങ്ങ് നീട്ടുക, ഞാൻ നാടി പിടിക്കട്ടെ. എന്താണ് കിളവൻ എവിടെ പോയി? ഇപ്പൊ കൊടുക്കണ്ടല്ല, എല്ലാം നശിപ്പിച്ച്. നിങ്ങളോട് ആരാ ആ രഹസ്യം ഇവിടെ ഉളമ്പാ പറഞ്ഞേ? വളരെ സൂത്രത്തിൽ കാര്യം നടത്തണം ഞാൻ പറഞ്ഞല്ലേ. സാരമില്ല, ആ കിളവന്റെ നാടി പിടിച്ചിട്ട് ഈ ഇളയത് തിരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ മിക്കവാറും തിരിച്ചു പോകേണ്ടി വരൂല. അബു, അബു, എന്താപ്പേ ഇങ്ങോട്ട് വാന്ന്. എന്നാ പൊടി. ആദ്യം അവൻ വന്ന് എന്റെ ബരലിന്റെ അടുത്ത്. ഇപ്പൊ കയറിയായിട്ട് എന്റെ കയ്യുമ്മക്ക് എത്തീന്. ഇനിയിപ്പോ നാളെ അവൻ വരുന്ന എന്റെ തല എടുക്കാനായി വരും. അതുകൊണ്ട് ഇജ്ജ് പോയിട്ട് 3 എണ്ണത്തിന് തല എടുത്ത് ഇങ്ങോട്ട് വാ. ചെല്ല്. വണ്ടിക്കോളി ഞമ്മളെ മരണം എടുത്തിക്കണേ. പെണ്ണൊരുമ്പിട്ടാൽ ഭയങ്കര പ്രശ്നമാ, എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ പെണ്ണൊരുമ്പിട്ടാൽ കോമഡി ഉണ്ടാകാറുണ്ട്, നിങ്ങൾ കാണും. എന്റെ മോനെ ഈ വന്നല്ലോ. ഉമ്മാന്റെ കുട്ടിക്ക് കേക്കണോ ഓളിന്നെ കാട്ടി കൂട്ടിയ കാര്യങ്ങളൊക്കെ? അല്ലാ, ഓളിന്നെ എന്തൊക്കെയാണ് കാട്ടിയത് പഠിച്ചോനെ. അല്ലോ എവിടെ? വിളിക്കവനെ. ആരെ? മൻസൂറിനെ. ഓൻ പോയി. പോയോ? ആ, എന്താ തിരിച്ചു വിളിക്കണോ? അത് നല്ലതിനല്ല. ആർക്ക്? ഇങ്ങക്കോ? ഓന് ഓനെ പറഞ്ഞ വർത്താനത്തിന് തൊള്ളോണ്ടല്ല മറുപടി പറയണ്ട്. എന്റെ കൈ അങ്ങനെ തെറിച്ചരിച്ച് വരുന്നുണ്ട്. എന്നാ തരിപ്പ് മാറ്റിക്കോളി. എങ്ങനെ? അതാ ഓൻ വരുന്നതാ. ലെഫ്റ്റ് മനസ്സിലായില്ല, വലത്തോട്ട്. അങ്ങനെ തിന്നാനും കുളൂസ് പറയാനും മാത്രം തൊള്ളോർക്കണ 2 അമ്മമാരും ഒരാളാപ്പിയും. അപ്പോൾ നമ്മൾ ഒത്തിരി കോമഡി സീനുകൾ കണ്ടു, ഒത്തിരി ചിരിച്ചു, സിദ്ദിഖ് കൊടിയത്തൂരിനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇനിയും ഇതുപോലെ ഒത്തിരി കോമഡി ഹോം സിനിമകൾ അവർ ഇറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കോമഡി സീനുകൾ കണ്ട് നമ്മൾക്ക് ഇനിയും കുടുകുടാ ചിരിക്കാനുള്ളതാണ്. തൽക്കാലം എനിക്ക് വിടവാങ്ങാനുള്ള സമയമായി. ഇനിയും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ യാത്രയാകുകയാണ്. ഗുഡ് ബൈ. ഹരിശ്രീ യൂസഫ്.